കസ്റ്റാർഡ് പൗഡറും ബ്രെഡും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ബ്രെഡും പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിതിൽ ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. കൂടുതൽ ചേർക്കരുത്, 1 ടേബിൾ സ്പൂൺ മതി. ഇതിലേക്ക് ഒരു 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 3 കപ്പ് പാലാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് ആ പാലിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ സാധാ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിന് 1 ടേബിൾ സ്പൂണേ വേണ്ടൂ. ഇനി ആവശ്യത്തിന് പഞ്ചസാര, ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ആ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്നവർ. ഞാൻ പറഞ്ഞത് അധികം തിക്കാവില്ല, ആ പാലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടിയാവേ ഉള്ളൂ കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈനാപ്പിളാണ്. ഒരു പൈനാപ്പിൾ വേണ്ട, അതിൻ്റെ പകുതി മതി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഹാഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഹാഫേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ഇതിന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് നിങ്ങൾ ടിന്നിൽ ഉള്ള പൈനാപ്പിൾ എടുക്കുന്നുണ്ട്, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ പീസായിട്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഫ്രഷ് പൈനാപ്പിൾ ആകുമ്പോൾ നമുക്കിതിൻ്റെ മിഡിലുള്ള പാർട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എത്രത്തോളം കുഞ്ഞു പീസാക്കുക അത്രത്തോളം കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് ചൂടായി വരുമ്പോൾ തന്നെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാവുകയും ചെയ്യും. പിന്നെ പൈനാപ്പിളിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ആ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 8 പീസ് ബ്രെഡ് സ്ലൈസസ് ആണ്. 8-9 പീസ് എടുക്കുക. അതിൻ്റെ ആ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ബ്രെഡ് നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡോ അല്ലെങ്കിൽ നോർമൽ ബ്രെഡോ എടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും ഈ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് നോക്കാം. അത് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ആറാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, ചെറിയൊരു ചൂട് എന്തായാലും നമുക്ക് വേണം. ഈ ഒരു കട്ടി തന്നെ വേണേ. അത് നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ബ്രെഡ് ഈ കസ്റ്റാർഡ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. കസ്റ്റാർഡ് മിൽക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ ചൂടോടുകൂടി തന്നെ ബ്രെഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ചിലപ്പോൾ ബ്രെഡ് ഡിപ്പ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും, അതൊന്നും കുഴപ്പമില്ല. പൊട്ടിയാലും നമുക്ക് അത് എടുത്തിട്ട് ഒരു ലെയർ പോലെ വെച്ച് കൊടുത്താൽ മതി. ബ്രെഡ് നന്നായിട്ട് സോക്കാകുന്നവരെ നമുക്കിതിലിങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് ജെലാറ്റിനോ ചൈനാഗ്രാസിനോ ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ നമുക്കിത് നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മുടെ പൈനാപ്പിൾ അത് നല്ലതുപോലെ ഒന്ന് ആറിയിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു ലെയർ പോലെ ഒന്ന് വെച്ച് കൊടുക്കുക.
ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ കുറച്ച് ബദവും കാഷ്യൂനട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം, ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കാം. ഇത് പുഡിങ് കഴിക്കുമ്പോൾ നല്ല ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിഡ് ക്രീമാണ്. വിപ്പിഡ് ക്രീം ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈസിയാണ് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് ക്രീമേ വെച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം ഇവിടെ ക്രീം ആർക്കും അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് ക്രീം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ കൂടുതൽ ക്രീം വെച്ച് കൊടുക്കാം. അതായത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന ക്രീം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ലെയർ പോലെ കുറച്ച് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ റെഡിയായേ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക, അതിനുശേഷം പൈനാപ്പിൾ വെച്ച് കൊടുക്കുക, പിന്നെ നട്ട്സും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം. ഞാനിവിടെ ക്രീം ഈ മിഡിൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ, മുകളിൽ ക്രീം വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ക്രീം മുകളിലും വെച്ചിട്ട് കവർ ചെയ്യാം. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടിയുടെ ഒരു ടൈം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എടുക്കുക, കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ബാക്കിയുള്ള ബ്രെഡ് പീസസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫില്ല് ചെയ്യാനുള്ള സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും കസ്റ്റാർഡ് മിൽക്ക് ബാക്കിയുണ്ട്. അത് ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബാക്കിയുണ്ട് അത് ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പേടിക്കണ്ട, ലൂസായി പോകുന്നില്ല പുഡിങ്. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് നട്ട്സും പൈനാപ്പിൾ പീസസൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റും ചെയ്യാം. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി പുഡിങ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. ഞാൻ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയതാണ്. കണ്ടില്ലേ, കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗസ്റ്റ് വരുമ്പോഴേക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.